നമസ്കാരം. എന്താണ് ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിലെ യാഥാർത്ഥ്യം? എന്താണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നതിലെ പൊള്ളത്തരം? അദ്ദേഹം പറയുന്നു ഇലക്ട്രിക് ബസ്സുകൾ വലിയ നഷ്ടമാണെന്ന്. 1 കോടി രൂപയാണ് ഇലക്ട്രിക് ബസ്സുകൾക്ക് ആകുന്നത്. ഇതിൻ്റെ ബാറ്ററി വാങ്ങുന്ന പൈസയ്ക്ക് മറ്റൊരു ബസ് വാങ്ങാൻ കഴിയും എന്നൊക്കെയാണ് KB ഗണേഷ് കുമാറിൻ്റെ വാദം. അതായത് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു പല ബസ്സുകളും. അപ്പോൾ തന്നെ ബാറ്ററി മാറ്റേണ്ട സമയം വന്നിരിക്കുന്നു. എന്നാലും ഇപ്പോൾ ബസ്സുകൾ തിരിച്ച് കോർപ്പറേഷനൊക്കെ കൊടുക്കാൻ തയ്യാറാണെന്ന എന്നൊക്കെയുള്ള വാദഗതിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോകാം. 1 കിലോമീറ്ററിന് ഇലക്ട്രിക് ബസ്സുകൾക്ക് 23 രൂപയാണ് ചിലവായിട്ട് വരുന്നത്. എന്നാൽ തിരിച്ചു കിട്ടുന്നതോ 35 മുതൽ 45 രൂപ വരെയാണ് ഇതിൽ നിന്നുള്ള വരുമാനമായി തിരിച്ചു കിട്ടുന്നത്. അതായത് ഏകദേശം ഇരട്ടിയോളം രൂപ തന്നെ ഇതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട്, ഇരട്ടി ലാഭം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് ലാഭമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത. ഡീസൽ ബസ്സുകളെയോ മറ്റ് ബസ്സുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ലാഭം അവിടെ കൂടി ലഭിക്കുകയാണ്. മെയിൻ്റനൻസ് ഇല്ല എന്നത് മറ്റൊരു ലാഭമായി തന്നെ കണക്കാക്കേണ്ടി വരും. അങ്ങനെ പല രീതിയിലാണ് ഇലക്ട്രിക് ബസ്സിൽ നിന്നുള്ള ലാഭം. എന്നിട്ടും ഇലക്ട്രിക് ബസ്സുകൾക്ക് ലാഭമില്ല എന്നാണ് KB ഗണേഷ് കുമാർ മന്ത്രിയുടെ ഒരു ആരോപണം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്കും കൂടെ കടക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും ബസ്സുകൾ, അതായത് 113 ബസ്സുകൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കണക്ക്, നിക്ഷേപത്തിൻ്റെ കണക്ക് കൂടി നമുക്കൊന്ന് നോക്കണ്ടേ. 135.7 കോടി രൂപയാണ് കോർപ്പറേഷൻ നൽകിയത്. അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് 500 കോടി രൂപ ബസ് വാങ്ങുന്നതിന് കിട്ടിയിട്ടുണ്ട്. 500 കോടി രൂപ സംസ്ഥാനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ തന്നെ 1135 കോടി രൂപയാണ് മുഴുവൻ മുതൽ മുടക്കായിട്ട് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് കിട്ടേണ്ട റിട്ടേൺ, അതായത് ഇതിൽ നിന്ന് ഇനി ബസ്സുകൾ തിരിച്ചു കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നിക്ഷേപത്തിലല്ലേ ഷെയറിങ് വരേണ്ടത്? കോർപ്പറേഷനുമായിട്ട് നിക്ഷേപമല്ലേ തിരിച്ചു കൊടുക്കേണ്ടത് ബസ് വാങ്ങുന്നതിന് പകരം? അതായത് സ്മാർട്ട് സിറ്റി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും തുക അനുവദിക്കപ്പെട്ടത്. അതായത് കോർപ്പറേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള, അതായത് കോർപ്പറേഷന് വേണ്ടിയിട്ട്, കോർപ്പറേഷൻ്റെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ കൂടുതൽ ബസ്സുകൾ കൊടുക്കുക, കൂടുതൽ യാത്രാ സൗകര്യം കൊണ്ടുവരിക, നഗരങ്ങളുടെ ജനങ്ങളുടെ യാത്രാ ക്ലേശങ്ങൾ പരിഹരിക്കുക എന്ന അതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ബസ്സുകൾ അനുവദിക്കപ്പെട്ടത്. ഈ ബസ്സുകളാണ് പലപ്പോഴും ക്രമരഹിതമായിട്ട്, അതായത് നിബന്ധനകൾ പാലിക്കാതെ നഗരപരിധി വിട്ട് ഓടിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണോ കോർപ്പറേഷനുമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ആ ചർച്ചയിലൂടെ വിഷയങ്ങൾ പരിഹരിക്കുകയല്ലാതെ അത്തരം ചർച്ചകളിലൂടെ പുതിയ ബസ്സുകളുടെ റൂട്ടുകൾ അനുവദിക്കുന്ന കാര്യത്തിലൊക്കെ കോർപ്പറേഷനുമായിട്ട് ചർച്ചകളിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഗതാഗത വകുപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെ റവന്യൂ ഷെയറിംഗ്, ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ ഷെയറിങ്ങിൻ്റെ കാര്യം വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നമായി മാറുന്നത് ഗതാഗത വകുപ്പ് മന്ത്രിക്ക്. അതായത് നിങ്ങൾ പൈസ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബസ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളങ്ങ് തിരിച്ചു തന്നേക്കാം എന്ന് പഴയ ഒരു കാരണവർ നയം എന്ന രീതിയിലൊക്കെയാണ് മന്ത്രിയുടെ ഒരു പ്രതികരണമൊക്കെ വന്നിരിക്കുന്നത്. എന്താണ് ഈ ഇത്തരമൊരു ചെയ്തത്? ഗണേഷ് കുമാറിന് മുമ്പും ഇതുപോലുള്ള ഒരു നയം തന്നെയാണ്, ഇതുപോലൊരു സംസാര ശൈലി തന്നെയാണ് അദ്ദേഹത്തിനെ പലപ്പോഴായിട്ട് വെട്ടിലാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യം തന്നെ. അദ്ദേഹത്തിനെതിരെ പല വിമർശനങ്ങളും വരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ നാവിൻ്റെ ശൈലി ശരിയല്ല എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നത്. ഇനി എപ്പോഴാണ് ഈ ബസ്സുകൾ ത്തിലേക്ക് ഇറക്കി തുടങ്ങിയത്? 2018 ആദ്യമായി ഒരു ട്രയൽ ആരംഭിക്കുന്നത്. 2022 25 ബസ്സുകൾ, 2023 113 ബസ്സുകൾ, ഇങ്ങനെ 113 ബസ്സുകളാണ് ഇപ്പോൾ നിരത്തിലുള്ളത്. അപ്പോൾ ഇതിനെയാണ് കൃത്യമായ രീതിയിൽ കോർപ്പറേഷനുമായിട്ട് ലാഭവിഹിതം പങ്കുവയ്ക്കേണ്ടതും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം ഇതിനെതിരെ മുട്ടാപ്പോക്ക്, മാടമ്പി നയമാണ് എന്നുള്ള ആരോപണമാണ് കോർപ്പറേഷനിൽ നിന്ന് സജീവമായിട്ട് മുഴങ്ങിക്കേൾക്കുന്നത്. മുൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുന്നേയും അദ്ദേഹം ഈ രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുന്നേ ഉള്ള ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആൻ്റണി രാജുവിനെതിരെയും നടത്തിയത്. അതായത്
അതായത് വഴിയിൽ കിടന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിച്ചു എന്നാണ് ആൻ്റണി രാജുവിനെതിരെ ഗതാഗത വകുപ്പ് മന്ത്രിയായ KV ഗണേഷ് കുമാർ പറഞ്ഞത്. 2.5 വർഷത്തെ ടേമിൽ അദ്ദേഹമായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി ആദ്യത്തെ ടേമിൽ. അതിനുശേഷമാണ് പിന്നീട് ഗണേഷ് കുമാറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടെ പക്വമായ ഒരു സമീപനമായിരുന്നു ആ സമയത്ത് പോലും കാണിക്കേണ്ടത്. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു അദ്ദേഹം കാണിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പിന്നീട് അച്യുതാനന്ദനെക്കുറിച്ചും മറ്റ് നിരവധി ആൾക്കാരെക്കുറിച്ചും അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെയും ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പദവിക്കോ അദ്ദേഹം ഇരിക്കുന്ന പദവിക്കോ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോ യോജിക്കുന്ന ഒന്ന് അല്ല. അങ്ങനെ ഇരിക്കെ എന്തിനാണ് ഗണേഷ് കുമാർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്? പലപ്പോഴും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, അതായത് തൻ്റെ നേതൃത്വത്തിൽ തൻ്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി പോലും അനധികൃതമായി ബസ്സുകൾ വാങ്ങിക്കൂട്ടുന്ന ഒരു നയം ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പല ബസ്സുകളും കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സുകൾ എടുത്ത് ഓടുന്നതിന് പകരം ഫ്രഷായിട്ട് പുതിയ പുതിയ ടെൻഡറുകൾ വിളിക്കുകയും ആ ടെൻഡറുകൾ വച്ചുകൊണ്ട് പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു നയമുണ്ട്. അത് ഗതാഗത വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം KSRTC സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ. എന്തിനാണ് ഇത്രയധികം ബസ് KSRTCയിൽ തന്നെ വർക്ക്ഷോപ്പും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമുള്ള അത്രയേറെ മെക്കാനിക്കുകളുടെ സൗകര്യമുള്ള ഇടത്ത് എന്തിനാണ് കൂടുതൽ ബസ്സുകൾ ഫ്രഷ് ടെൻഡർ വിളിച്ചുകൊണ്ട് പുതിയ ബസ്സുകൾ വാങ്ങുന്നത്? പകരം പഴയ ബസ്സുകൾ എന്തുകൊണ്ട് അവർ നന്നാക്കിയെടുക്കുന്നില്ല? ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ KSRTCയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത് തന്നെയാണ് KSRTCയുടെ നഷ്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യവും. പുതുതായി വരുന്ന സർക്കാരുകൾ അല്ലെങ്കിൽ പുതിയ മന്ത്രിമാർ വരുമ്പോൾ കൂടുതൽ ബസ്സുകൾ വാങ്ങിക്കൂട്ടുക, അതിൽ നിന്ന് ലാഭം കൊയ്യുവാൻ, അത്തരത്തിലുള്ളൊരു അഴിമതി ആരോപണങ്ങളാണ് KSRTCക്കെതിരെ വലുതായി മുഴങ്ങി കേൾക്കുന്നത്. അങ്ങനെ KSRTCയെ നഷ്ടത്തിലെത്തിക്കുക. ഇപ്പോൾ തന്നെ ഈ ആരോപണം നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ബസ് ഞങ്ങൾ തിരിച്ചു തന്നേക്കാം, പകരം 24 മണിക്കൂറിനുള്ളിൽ മറ്റ് ബസ്സുകൾ തങ്ങൾ വാങ്ങുമാണ്. ഇത് പൗരന്മാർ നികുതി കൊടുക്കുന്ന കാശാണ്, അല്ലാതെ KSRTC സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതല്ല. പൗരൻ്റെ നികുതിയിൽ നിന്നാണ്. KSRTC ഉൾപ്പെടെ പൗരൻ്റെ സ്വത്താണ്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഈ രീതിയിലുള്ള വലിയ വെല്ലുവിളിയൊക്കെ അദ്ദേഹത്തിന് നടത്താൻ കഴിയും? ഇതൊരു കുടുംബ സ്വത്തിൻ്റെ ഒക്കെ ഭാഗമല്ലല്ലോ, ഇത് പൗരൻ്റെ സ്വത്തിൻ്റെ ഭാഗമല്ല. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുവാനായിട്ട് കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഇതിൻ്റെ ലാഭത്തെക്കുറിച്ച് അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിക്ഷേപത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു അപഗ്രഥനം ഉണ്ടാക്കുകയും പ്രശ്നങ്ങളൊക്കെ രമ്യമായി പെരുകയും ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കുകയും ചെയ്യുക എന്ന ഒരു ശൈലിയാണ് ഗതാഗത വകുപ്പിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അതിൽ ഓരോ ജനങ്ങൾക്കും മേയർ വി വി രാജേഷ് പറഞ്ഞതുപോലെ ഓരോ വാർഡുകളിലും വളരെ ധനശേഷി കുറഞ്ഞ ആൾക്കാരുണ്ട്. അവർക്കൊക്കെയും പല ഇടങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് വലിയ ഒരു ആശ്രയമാണ് ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രിക് ബസ്. അതോടൊപ്പം തന്നെ നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ ഒരു സസ്റ്റൈനബിൾ എനർജിയുടെ ഭാഗമായിട്ട്, നാടിൻ്റെ ഒരു പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട്, നല്ല ശുദ്ധമായ വായു, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ധാരാളം ഇലക്ട്രിക് ബസ്സുകൾ വേണം. ഇതിനൊക്കെ കുറിച്ച് ദീർഘമായി ചിന്തിച്ച്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ദീർഘമായി ചിന്തിക്കുക എന്നതാണ് ഒരു ഭരണാധികാരിയുടെ ചുമതല എന്നിരിക്കെ നാടിൻ്റെ അന്തരീക്ഷ മലിനീകരണത്തെ കൂടി വിലയിരുത്തിക്കൊണ്ട് വേണം പുതിയ തീരുമാനങ്ങൾ എടുക്കുക. അത് നാടിന് ഗുണകരമായിരിക്കുകയും വേണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.